വാലു പിടിച്ചു വലിച്ചിതു ദേവകൾ വാസുദേവൻ്റെ നിയോഗത്താൽ. ഗുരുവായൂരപ്പൻ്റെ കൗശലം കൊണ്ട് ദേവന്മാർ വാലു പിടിച്ചു, അസുരന്മാർ തല പിടിച്ചു. ഗംഭീരമായിട്ട് കടയാൻ തുടങ്ങി. ഒരു കുഞ്ഞോളമെങ്കിലും ഉണ്ടാവണ്ടേ? ഉണ്ടായില്ല. ഇത് മാത്രമല്ല, ആ ഭാരമുള്ള കനകാചലം താന്ന് വെള്ളത്തിലേക്ക് പോവുക. അനാധാരമായിരുന്നു. വീണ്ടും ഭഗവാനെ വിളിച്ചു. അപ്പോഴാണ് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരം. കൃത്വാവപുക്കച്ഛപമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. മഹാകൂർമ്മമായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മന്ദരപർവ്വതത്തിനെ താങ്ങി നിർത്തി കൂർമ്മമായിട്ട്, മന്ദരധാരകൂർമ്മം. അങ്ങനെ ഭഗവാന്റെ പുറന്തോടിൽ മന്ദരപർവ്വതം സാവധാനം തിരിയണ സമയത്ത് സുഖകരമായിട്ടുള്ളൊരു ചൊറിച്ചിലുണ്ടായി ഇത്രേ ഭഗവാന്. ഭഗവാന്റെ കണ്ണ് സാവധാനം അടഞ്ഞു. സപ്താഹവേദിയിൽ ചിലരുടെ കണ്ണടഞ്ഞു പോണ പോലെ യോഗനിദ്രയിലേക്ക് മയങ്ങിപ്പോയി. സാധാരണ കൊച്ചുകുട്ടികൾ മടിയിൽ കിടക്കുമ്പോൾ അമ്മമാർക്ക് ഉറക്കാനുള്ളൊരു സൂത്രമുണ്ട്. എന്താ? തലയിൽ വിരലുകൊണ്ട് ഇങ്ങനെ പതുക്കെ തലോടും. കുറച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടി തന്നെ കണ്ണടച്ചു പോകും. ഇതേപോലെ തൻ്റെ പുറന്തോടിൽ മന്ദരപർവ്വതം കറങ്ങണം കണ്ടപ്പോൾ ആ സുഖകരമായ ചൊറിച്ചിലിൽ ഭഗവാൻ യോഗനിദ്രയിൽ വീണു. ആ യോഗനിദ്രയിൽ വീണ കൂർമ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ആ നിശ്വാസവായുവാണ് സമുദ്രത്തിൽ കാണുന്ന തിരമാല എന്നാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും അവസാനം 13-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. പൃഷ്ഠേഭ്രാമ്യമന്ദമന്ദരഗിരിഗ്രാവാഗ്ര കണ്ടൂയരാൻ നിദ്രാലോ കമഠാകൃതർ ഭഗവത ശ്വാസാനില പാന്തുവ. ആ ഭഗവാന്റെ നിശ്വാസവായു ഞങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ കൂർമ്മരൂപിയായ ഭഗവാൻ നിദ്രയിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ യാതൊരു ചലനം ഉണ്ടാവണില്ല. അപ്പോഴും വീണ്ടും ദേവന്മാർ ഭഗവാനെ വിളിച്ച് ധ്യാനിച്ചപ്പോഴാണ് ഭഗവാന്റെ മേഘശ്യാമക്കനകപരിധികർണ വിദ്യോത വിദ്യുദ്ഭ്രാജദ്ബിലുളിത കച സ്രഗ്ധരോ രക്തനേത്ര ജൈതർദർഭർജഗദഭയദർദന്തശൂകം ഗൃഹീത്വാ മധ്നന്മധ്ന പ്രതിഗിരി ഇവാശോഭതാധോധൃതാദ്രി. മന്ദരപർവ്വതത്തിന് സമീപത്ത് മറ്റൊരു പർവ്വതം മാധവ പർവ്വതമായിട്ട് ഭഗവാൻ നിന്നു. എന്നിട്ട് കടഞ്ഞു. ഭഗവാന്റെ തേജസ് വന്നപ്പോഴാണ് ആ പാലാഴി കലങ്ങി മറിഞ്ഞ് പ്രക്ഷുബ്ധമായി ആകാശം മുട്ട വലിപ്പത്തിൽ തിരമാലകൾ വന്നത്. ഭഗവാന്റെ ശക്തി ഉണ്ടെങ്കിലേ ലോകത്തിൽ എന്തെങ്കിലും നടക്കുള്ളൂ. ആ പ്രപഞ്ച സൃഷ്ടിയിൽ നമ്മൾ കണ്ടു എന്തൊക്കെ ചെയ്തിട്ടും നൗദതിഷ്ഠത്തദാ വിരാട് നൗദതിഷ്ഠത്തദാ വിരാട് നൗദതിഷ്ഠത്തദാ വിരാട്. ഏറ്റവും അവസാനം ക്ഷേത്രജ്ഞപ്രാവിശൽ യഥാ. എപ്പോഴാണോ ക്ഷേത്രജ്ഞൻ പ്രവേശിച്ചത് ഭഗവാൻ, അപ്പോഴാണ് സലിലാൽ ഉദതിഷ്ഠത വിരാട് പുരുഷൻ ഉണർന്നത് എന്നാ. അപ്പോൾ ലോകത്തിൽ എന്തിൻ്റെയും ചൈതന്യ സ്രോതസ്സായിട്ട് യന്ത്രപ്രവിശ്യ ആ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കാരണഭൂതൻ എന്ന് വീണ്ടും വീണ്ടും കാണിക്കണു. ഭഗവാന്റെ ചൈതന്യം വന്നപ്പോൾ മന്ദരപർവ്വതം കറങ്ങി മുകളിലേക്ക് പോകാൻ തുടങ്ങി. 1000 കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ കടഞ്ഞത്, അജിതൻ എന്ന പേരിൽ. മന്ദരപർവ്വതം മുകളിലേക്ക് പോയപ്പോൾ ആക്രമ്യഹസ്തേന സഹസ്രബാഹു, ഭഗവാൻ ഒരു കൈ മുകളിൽ വെച്ചു. ആലോചിച്ച് നോക്കൂ, കടയാൻ ഭഗവാൻ, മന്ദരപർവ്വതത്തിനെ താങ്ങാൻ ഭഗവാൻ, മുകളിലേക്ക് പോകണ പാകത്തിന് നിർത്താൻ ഭഗവാൻ. എല്ലാം സർവം വിഷ്ണുമയം ജഗത് നേഹ നാനാസ്തി കിഞ്ചന. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ലോകത്തൊന്നുമെന്നില്ല എന്ന ആധ്യാത്മോപനിഷത്തിൻ്റെ തത്വമാണ് ഈ കാണിച്ചു തന്നത്. അതൊരു കഥയുടെ രൂപത്തിൽ നമ്മളോട് പറയുക. അങ്ങനെ വന്ന സമയത്ത് അതിഭീകരമായിരിക്കുന്ന പ്രക്ഷുബ്ധമായ ആ പാലാഴിയിൽ നിന്ന് ആദ്യം പൊങ്ങി വന്നത് ആ പാലാഴിയുടെ ജലകൽമഷമായിരിക്കുന്ന ഹാലാഹലം, കാളകൂടം വിഷാണ്. ഒരു തുള്ളി വീണാൽ ത്രൈലോക്യം മുഴുവൻ നശിക്കും. ആളുന്ന തീയിനേക്കാളും ഭയങ്കരം കാളകൂടം വിഷം വന്നു പൊങ്ങി. അതിഭീകരമായിട്ടുള്ള വിഷം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരിന് നേരെ മമ്മിയൂർക്ക് ഓടി. മമ്മിയൂരപ്പനെ ശരണം സദാശിവം. കാരണം സംഹാരരുദ്രനാണല്ലോ മഹാദേവൻ. ത്രൈലോക്യത്തിനെ മുഴുവൻ ഭസ്മീകരിക്കാൻ കഴിവുള്ള ആളാണ് രുദ്രൻ. മഹാദേവ ത്രൈലോക്യ ദഹനാത് വിഷാത്, ഈ ത്രൈലോക്യത്തിനെ നശിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ ആ മഹാദേവൻ കൈക്കുമ്പിളിൽ ആ വിഷത്തിനെ മേടിച്ചു. ഒരു ഗൃഹസ്ഥൻ എന്ത് ചെയ്യുമ്പോഴും തൻ്റെ പത്നിയോടുകൂടി ആലോചിക്കണം എന്ന ഗൃഹസ്ഥാശ്രമധർമ്മം മഹാദേവൻ കാണിച്ചു തരിക. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ ആരാ? മഹാദേവനും ശ്രീപാർവതിയും. വാഗർത്ഥായുവ സമ്പൃക്തൗ, വാക്കിന് അർത്ഥം പോലെ യോജിച്ചിരിക്കുന്നവരാ. വാക്കില്ലാണ്ട് അർത്ഥമില്ല, അർത്ഥമില്ലാണ്ട് വാക്കില്ല. ഇതുപോലെ യോജിച്ചിരിക്കുന്ന ഐഡിയൽ കപ്പിളാണ് മഹാദേവനും മഹാദേവിയും. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും തൻ്റെ പത്നിയോട് ആലോചിക്കണം. കശ്യപ പ്രജാപതി പറയണു, കർദമ പ്രജാപതി പറയണു, മഹാദേവൻ പറയണു. ഇനി 60-ാമത്തെ അധ്യായത്തിൽ, കർഹിജൽ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയണു.
ഇതാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ അടിസ്ഥാനം എന്നാ. അങ്ങനെ പാർവതീദേവിയോട് ചോദിച്ചു, അഹോബദ ഭവാന്യേതൽ പ്രജാനാം പശ്യ വൈസസം ക്ഷീരോദമതനോദ്ഭൂതാൽ കാളകൂടാതുപസ്ഥിതം. ഈ കാളകൂട വിഷം കൊണ്ട് ത്രൈലോക്യം മുഴുവൻ നശിക്കും, ഇതെൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചോട്ടെ പാർവതി എന്ന് ചോദിച്ചു. അയ്യോ, എന്നെ വിധവയാക്കരുത് ഈ പോയ്സൺ കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് കഴുത്തി കയറി കെട്ടിപ്പിടിച്ചു പാർവതി. ഈ വിദ്വാൻ പുറത്തേക്ക് തുപ്പിയാലോ? ഗുരുവായൂരപ്പൻ വന്ന് വായ പൊതു പിടിച്ചു. സിനിമയിലും സീരിയലിലും വീക്കിലിയിലൊക്കെ കാണൂട്ടോ, ഭാഗവത സമ്മതിക്കില്ല. പ്രഭാവജ്ഞന്വമോദത എന്ന, കഴിച്ചോളൂ മഹാദേവ എന്ന് മഹാദേവി പറഞ്ഞു എന്നാ. മഹാദേവൻ്റെ മാഹാത്മ്യം മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന മഹാദേവി മഹാദേവനോട് വിഷം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ത്രൈലോക്യത്തിനെ മുഴുവൻ ഭസ്മീകരിക്കാൻ ശക്തിയുള്ള രുദ്രനെ ഈ വിഷം എന്ത് ചെയ്യാനാ? അപ്പോഴാണ് കള്ളച്ചിരിയും ചിരിച്ചിട്ട് വേറൊരു വിദ്വാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ നേരെ നോക്കി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പൻ വേഗം കണ്ണുകൊണ്ട് കാണിച്ചു, കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന്. അപ്പോൾ മമ്മിയൂരപ്പൻ ചോദിച്ചു തരേ, ഗുരുവായൂരപ്പ ഇതൊരു മര്യാദയാണോ? വെണ്ണയും കദളിപ്പഴവും പാൽപ്പായസവും കൽക്കണ്ടവും ഒക്കെ വന്നാൽ കഴിക്കാൻ താൻ, വിഷം കഴിക്കാൻ നേരത്ത് ഞാൻ. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ, ദേവകീ വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായിട്ട് ഞാൻ കൃഷ്ണൻ എന്ന പേരിൽ അവതരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് കേൾക്കണോ? ലിസ്റ്റ് ഞാൻ പറയാം, എഴുതിയെടുത്തോളൂ.